മുത്തശ്ശിക്ക് അൽഷിമേഴ്സ് ആണ്. മുത്തശ്ശി എപ്പോഴും മുത്തശ്ശനെ കാണുന്നുണ്ടെങ്കിൽ പോലും മുത്തശ്ശനെ കാണുമ്പോഴൊക്കെ തന്നെ എന്റെ ഹസ്ബൻഡ് എവിടെയാണെന്നൊക്കെ മുത്തശ്ശനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി. ചെറുപ്പകാലത്തുള്ള എന്റെ മുഖം മാത്രമാണ് മുത്തശ്ശിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്നെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും മുത്തശ്ശിനെ അധികം നേരം ജീവിച്ചിരിക്കുക കൂടിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവളെ കാണേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ഗുവോണും ചോദിക്കുന്നു. എനിക്ക് അവളോട് ഒരു കാര്യമൊക്കെ പറയുവാനായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നത് കൊണ്ട് തന്നെ ഗുവോണും മുത്തശ്ശന്റെ ആ ഒരു ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുന്നു. പിന്നീട് കണ്ണു തുറക്കുന്ന മുത്തശ്ശിയും മുത്തശ്ശന്റെ പഴയ രൂപമൊക്കെ ആയിരുന്നു കാണുന്നത്. നീ ഇത്രയും കാലം എവിടെയായിരുന്നു, നീ എന്നെ ഉപേക്ഷിച്ചു പോയെന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും വിഷമിക്കുകയാണ്. ഞാൻ ഇത്രയും കാലം നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, നീ എന്നെ തിരിച്ചറിയാതെ പോയതാണ്. എന്തായാലും ഞാൻ ഇനിയും നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കുമെന്നൊക്കെ മുത്തശ്ശനും പറയുകയാണ്. നീ എന്നെ ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല, നമുക്കും പിന്നീട് ഒരിക്കൽ കണ്ടുമുട്ടാമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അങ്ങനെ ആ ഒരു നിമിഷങ്ങളൊക്കെ നേരിട്ട് കാണുന്ന ഗുവോന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പിന്നീട് അവൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അവൻ ഒരിക്കലും കരയുന്നത് ആയിരിക്കുകയില്ല, ഇത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകുന്നതായിരിക്കുമെന്നൊക്കെ അവനും പറയുകയാണ്. ഈ ഒരു ലോകത്ത് എത്രയേറെ ദുഷ്ടന്മാരൊക്കെ ഉണ്ട്, അവർക്ക് ആർക്കും നരകത്തിൽ പോകേണ്ടതായിട്ട് വരുന്നില്ലല്ലോ. ഇതുപോലെയുള്ള പാവങ്ങൾക്കായിരുന്നല്ലോ നരകത്തിൽ പോകേണ്ടതായിട്ട് എപ്പോഴും വരുന്നതെന്നൊക്കെ അവന് സ്വയം ഓർക്കുന്നു. നമുക്ക് റിയൽ ആയിട്ടുള്ള നമ്മുടെ ശത്രുവിനെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഡോഹി പറയുമ്പോഴത്തേക്കും ഗുവോണും അന്വേഷണമൊക്കെ എവിടെ വെച്ചാണ് തുടങ്ങുക എന്നൊക്കെ ചോദിക്കുന്നു. ഡോഹിനെ കാർ ഓടിച്ചൊക്കെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോയ കാര്യം സെഹൂണിനും ഗാങ്ങിനും മാത്രമായിരുന്നു അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ ആരെങ്കിലും ആയിരിക്കും ഒറ്റിക്കൊടുത്തിട്ടുണ്ടാകുക എന്നൊക്കെ ഡോഹി സംശയിക്കുമ്പോഴത്തേക്കും സെക്രട്ടറിക്കും ഈ ഒരു കാര്യമൊക്കെ അറിയാമായിരുന്നല്ലോ എന്നൊക്കെ ഗുവോണും ചോദിക്കുകയാണ്. പക്ഷേ സെക്രട്ടറി അങ്ങനെ ഒന്നും തന്നെ ചെയ്യുകയില്ല എന്ന വിശ്വാസമൊക്കെ ഡോഹിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടേക്ക് സെക്രട്ടറി വരികയും പിന്നീട് അവിടെ നിന്നും ഇറങ്ങി പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും മൊത്തത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ സംശയം തോന്നുകയാണ്. അവരങ്ങനെ സെക്രട്ടറിനെ ഫോളോ ചെയ്ത് പോകുന്നു. സെക്രട്ടറിയും ഒരു കടൽ തീരത്തിന്റെ ഒക്കെ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഒരാള് ആപ്പിളിന്റെ ഒരു ബോക്സുമായിട്ട് സെക്രട്ടറിയുടെ അടുത്തേക്കൊക്കെ വരികയാണ്. സാധാരണ ആപ്പിളിന്റെ ബോക്സ് ഒക്കെയാണ് പണമൊക്കെ കൊടുക്കുന്നവർ ഉപയോഗിക്കാറുള്ളതെന്ന കാര്യമൊക്കെ ഗുവോണും ഓർമ്മപ്പെടുത്തുന്നു. ആദ്യമൊന്നും ഡോഹി അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും പിന്നീട് ഡോഹി അത് വിശ്വസിക്കുകയും എന്തായാലും തെളിവിന് വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തേക്കാമെന്ന് പറഞ്ഞ് ഫോണുമായിട്ട് അവരുടെ അടുത്തേക്ക് പോകുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ സെക്രട്ടറിയും പെട്ടെന്ന് തന്നെ കൂടെയുള്ള ആളെ കിസ് ചെയ്യുകയാണ്. ആ ഒരാൾ മറ്റാരും ആയിരുന്നില്ല, ബോക്കി തന്നെ ആയിരുന്നു. അവരെ പെട്ടെന്ന് അവിടെ വെച്ച് കാണുന്ന ഡോഹി ആകെ ഞെട്ടിക്കുകയും അറിയാണ്ട് തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു പോകുകയും ചെയ്യുന്നു. ഗുവോണും ഡോഹിക്കും അവരെ നേരിട്ട് കണ്ട ഞെട്ടലൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. നീയാണ് എന്റെ നക്ഷത്രം, എന്റെ നെഞ്ചിനുള്ളിലെ നക്ഷത്രം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു കേക്കൊക്കെ ആയിട്ടായിരുന്നു ബോക്കി എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അവന്റെ ഹൃദയം വളരെ വലുതാണെന്നൊക്കെ തെളിയിക്കുവാനായിട്ടാണ് ആ ഒരു ഹേർട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന കേക്കും വലിയൊരു ആപ്പിളിന്റെ ബോക്സിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരും അവരുടെ സ്റ്റോറിനെ കുറിച്ചൊക്കെ പറയുകയാണ്. അന്ന് സെക്രട്ടറി ഒരുപാട് മദ്യപിച്ച ദിവസം ഇവർ തമ്മിൽ കൂടുതലായിട്ട് അടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് സംസാരിച്ചൊക്കെ നിൽക്കുന്നതിനിടയ്ക്ക് സെക്രട്ടറി താഴെ വീണ് പോകുകയും സെക്രട്ടറിയുടെ മൂക്കൊക്കെ ബ്ലഡ് വന്ന് നിൽക്കുന്നതും ബോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തൂത്തു കൊടുക്കുന്ന സമയത്ത് സെക്രട്ടറി ബോക്കിനെ കിസ് ചെയ്തു. പിന്നീട് അതൊരു കിസ്സിലൊന്നും നിന്നിട്ടുമുണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പും വളരെയധികം സ്ട്രോങ് ആയി മാറി. അതൊക്കെ പോട്ടെ, നീ എന്തിനാണ് ഈ ഒരു കാര്യം ഇത്രക്കൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് സെക്രട്ടറിയുടെ അടുത്ത് ഗുവോൺ ചോദിക്കുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് സെക്രട്ടറിക്ക് ഏതൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം തന്നെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എത്ര കാലം ഉണ്ടാകുമെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടാണ് എല്ലാം രഹസ്യമാക്കി വെച്ചതെന്നായിരുന്നു സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നതും. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ ഫോളോ ചെയ്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പവേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് വിടായിരുന്നു എന്നൊക്കെ സെക്രട്ടറി ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഗുവോൺ ഒരു ഡബിൾ ആണെന്നുള്ള കാര്യമൊക്കെ ബോക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവരും മനസ്സിലാക്കുന്നത്. ലവേഴ്സ് തമ്മിൽ ഒരു രഹസ്യവും പാടില്ല എന്നൊക്കെ ബോക്കിയും അപ്പോൾ പറയുന്നു. അല്ലെങ്കിൽ സെക്രട്ടറി നമ്മളെ ഒരിക്കലും ചതിക്കുകയില്ല എന്ന കാര്യമൊക്കെ എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ ഡോഹി പറയുമ്പോഴത്തേക്കും ഒരു നിമിഷത്തേക്കാണെങ്കിലും സെക്രട്ടറി തന്നെ ചതിച്ചു എന്നൊക്കെ നീ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ഗുവോണും പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഡോഹിയും അന്ന് കിടന്നുറങ്ങുവാനായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഗുവോൺ ആകട്ടെ ഒരു ഫ്ലവറും കടിച്ചു പിടിച്ചുകൊണ്ട് ഡോഹിയുടെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ്. പക്ഷെ ഗുവോണെ ആ ഒരു കോലത്തിലൊക്കെ കാണുന്ന ഡോഹിയും ഒറ്റ ചവിട്ടിനൊക്കെ ഗുവോണെ താഴെയിടുന്നു. പക്ഷെ ഗുവോണും അതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് റൊമാൻസ് ഒക്കെ ചെയ്ത് കിടന്നുറങ്ങുന്നു. അങ്ങനെ ഉറക്കത്തില് വോൾസിം എന്ന പേരുള്ള ഒരു പെൺകുട്ടീനെ അവൻ വിളിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുകയാണ്. അവൾക്ക് ഒരു മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നതായിട്ടും അവൻ കാണുന്നു. പിറ്റേ ദിവസം രാവിലെ അവൻ എണീറ്റ് കഴിയുമ്പോഴത്തേക്കുമാണ് അവന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയുടെ അതേ ലോക്കറ്റ് ആയിരുന്നു നേരത്തെ അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യമൊക്കെ ഓർത്തെടുക്കുന്നത്. മനസ്സിൽ മുഴുവൻ സംശയമായിട്ടുണ്ടായിരുന്ന അവനും നേരെ ഗോഡിനെ കാണുവാനായിട്ട് ചെല്ലുന്നു. ഞാൻ വോൾസിം എന്ന പേരുള്ള ഒരു പെൺകുട്ടീനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ മനുഷ്യനായിരുന്ന സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നോ അതേ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. ഞാനിപ്പോൾ ശരിക്കും ഡബിളായി മാറിയിരിക്കുകയല്ലേ,
പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണുന്നതെന്ന് അവന് ചോദിക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ മനുഷ്യനായിട്ട് ഇരിക്കുവാനായിട്ടായിരിക്കും നീ ആഗ്രഹിക്കുന്നത്. മനുഷ്യരുടെ ആ ഒരു ഫീലിങ്സ് ഒക്കെ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കണമെന്നായിരിക്കും ഒരുപക്ഷെ നീ ആഗ്രഹിക്കുന്നത്. പിന്നെ അവളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നിന്നെ അലട്ടുന്നത് കൊണ്ടായിരിക്കാം നീ ആ ഓർമ്മകളെ എല്ലാം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടായിരിക്കുക. പക്ഷെ വിധി നിങ്ങൾ കണ്ടുമുട്ടണമെന്നാണ് ഉള്ളതെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾ ഉറപ്പായിട്ട് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഗോഡ് അങ്ങനെയൊക്കെ അവനോട് പറയുമ്പോഴത്തേക്കും അവനും അതൊന്നും വലിയ കാര്യമാക്കാതെയൊക്കെ പോകുകയാണ്. നേരത്തെ രണ്ടുപേര് ചേർന്ന് നൃത്തം ചെയ്യുന്ന ആ ഒരു പെയിന്റിംഗ് ഒക്കെ നോക്കി ഇപ്പോഴും അവൻ നിൽക്കുകയാണ്. അതിനുശേഷം തിയേറ്ററിന്റെ അകത്തൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഗായകം ഇതേ നൃത്തം തന്നെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവൻ കുറച്ചുനേരം അതൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും സ്വപ്നത്തിൽ കണ്ടതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. പിന്നീട് അവനും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോക്കുകയാണ്. അവനും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഒരു ടവറിന് മുകളിൽ പോയി നിന്നുകൊണ്ട് ആലോചിക്കുന്നു. സുഗ്മിനും ഇപ്പോൾ ഡോഹിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. അവനും ഡോഹിയുടെ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇടുവാനായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നതെങ്കിലും ഡോഹി അതിന് തയ്യാറാകുന്നില്ല. അങ്ങനെയിരിക്കെ മാഡം ചുവും അവളുടെ പേരൻസും കൂടിയുള്ള ഒരു ചിത്രമൊക്കെ അവളെ കാണിച്ചു കൊടുക്കുകയാണ് സുഗ്മിൻ. നിന്റെ അച്ഛൻ കമ്പനിക്ക് ഉപേക്ഷിച്ചു പോയ സമയത്ത് അമ്മയ്ക്ക് ഒരുപാട് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അമ്മയുമായിട്ട് അച്ഛൻ ഒരുപാട് പ്രശ്നവും ഉണ്ടാക്കി. അന്ന് ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് രണ്ട് ഫാമിലി തമ്മിലും വലിയ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ ഞാൻ നിന്നെ എന്റെ ഫാമിലിയിലെ ഒരു അംഗമായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. സുഗ്മിനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോഹിയുമായിട്ടൊരു സൗഹൃദമൊക്കെ സ്ഥാപിക്കുവാനായിട്ടായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നീ പഴയ എല്ലാ കാര്യങ്ങളും മറക്കണം, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഈ ഒരു കമ്പനിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ സുഗ്മിൻ പറയുമ്പോഴത്തേക്കും ക്ഷണിക്കാത്ത അതിഥികളെ ഒന്നും തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗുവോണും അവിടേക്ക് എത്തുന്നു. നമ്മളൊരു ഫാമിലി ആണെങ്കിൽ പോലും ഇതുവരെയായിട്ടും അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ എന്താണ് വിളിക്കുക എന്നൊക്കെ സുഗ്മിൻ ചോദിക്കുമ്പോഴത്തേക്കും എന്നെ സഹോദര എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഗുവോണു അവന്റെ മുഖത്തൊക്കെ പിടിക്കുകയാണ്. സുഗ്മിൻ അതൊക്കെ തട്ടിമാറ്റുന്നുണ്ടെങ്കിലും പിന്നീട് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും ഗുവോണ് അവന്റെ ടാറ്റു ഒക്കെ തിരിച്ചു കിട്ടിയ കാര്യം സുഗ്മിൻ മനസ്സിലാക്കുന്നു. ഡോഹയുടെ പേരൻസ് ഒക്കെ മരിച്ചതിന് ശേഷം ഡോഹിയും മാഡം ജുവിന്റെ വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ കിടന്നുറങ്ങുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഉറക്കം വരാതെ ആകുമ്പോഴത്തേക്കും അവളും മാഡം ജുവിനെ കാണുവാനായിട്ട് എത്തുന്നു. മാഡം ജു ആകട്ടെ അവളുടെ പേരൻസിന്റെ ഫോട്ടോ ഒക്കെ നോക്കി ഇരിക്കുകയായിരുന്നു. പക്ഷെ അവളെ കണ്ട് കഴിയുമ്പോഴത്തേക്കും മാഡം ജു ആ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റുന്നു. അവിടെ കിടന്നിട്ട് അവൾക്ക് ഉറക്കമൊന്നും വരുന്നില്ല എന്നൊക്കെ മാഡം ജുവിനോട് പറയുമ്പോഴത്തേക്കും മാഡം ജുവിന് ഉറക്കം വരുന്നില്ലാത്ത കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് പാലൊക്കെ കുടിക്കുന്നു. പാലിന് നല്ല ചൂടായിരുന്നത് കൊണ്ട് തന്നെ ടൊഹയുടെ വായൊക്കെ പൊള്ളുമ്പോഴത്തേക്കും ഇതൊക്കെ സൂക്ഷിച്ചു കുടിക്കണ്ടേ, ധൃതി പിടിക്കാതെ പതിയെ കുടിച്ചാൽ മതി എന്നൊക്കെ മാഡം ചൂ അവളോട് പറയുന്നു. എങ്കിൽ പോലും മാഡം ചൂ കുടിക്കുമ്പോൾ മാഡം ചൂവിന്റെ ചുണ്ടൊക്കെ പൊള്ളുകയാണ്. അതിനുശേഷം ആയിരുന്നു അവർ തമ്മിലും ഒരു കമ്പനിക്ക് ആയത്. ഡോഹിയും പേരൻസിന്റെ ഫോട്ടോ ഒക്കെ നോക്കി ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നു. ഇനി കൂണിനെ കാണുമ്പോഴത്തേക്കും ഇതാണ് എന്റെ പേരൻസ് എന്നൊക്കെ പറഞ്ഞ് അവളും ആ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ 11ാമത്തെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു അവർ മരിച്ചിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് വന്നതായിരുന്നു. ഞാനും അവരോട് വേഗം തന്നെ വരുവാനൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അച്ഛൻ ജോലിയൊക്കെ നിർത്തിയതായിരുന്നെങ്കിൽ പോലും എന്തിനായിരുന്നു അന്ന് പോയിട്ടുണ്ടായിരുന്നെന്ന കാര്യം എനിക്ക് ഇപ്പോഴും സംശയമാണ്. അന്നത്തെ ദിവസം എന്റെ ബർത്ത്ഡേ അല്ലായിരുന്നെങ്കിൽ എന്റെ പേരൻസിനെ എനിക്ക് നഷ്ടപ്പെടുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഡോഹി വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും സ്നേഹിക്കുന്ന ആൾക്കാരെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും മനുഷ്യർ പൊതുവെ ഞാൻ കാരണമാണ് അതൊക്കെ സംഭവിച്ചതെന്ന് സ്വയം പറഞ്ഞ് കുറ്റപ്പെടുത്താറൊക്കെയുണ്ട്. നീ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ ഗോൺ പറയുന്നുണ്ടെങ്കിൽ പോലും ഡോഹി ആകട്ടെ ഞാൻ അവരോട് വേഗം വരുവാനായിട്ട് പറഞ്ഞത് കൊണ്ടായിരുന്നു അവിടെ അന്ന് ആ ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറയുകയാണ്. എനിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിന്നോട് പറയുവാനായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നോ? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നീ ഒരിക്കലും എന്നെ വിട്ടു പോകരുത്, എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്നൊക്കെ ഡോഹി ഗോണോട് പറയുമ്പോഴത്തേക്കും ഗോണും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കാമെന്നൊക്കെ അവൾക്ക് വാക്ക് നൽകുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.